5 കൊല്ലം ഭരിച്ചതാണ്. കണ്ണൂർ കോർപ്പറേഷൻ അന്ന് UDFന്റെ കയ്യിലായി എന്ന് കഴിഞ്ഞ 5 വർഷമായി അഹങ്കരിച്ചു കൊണ്ട് നടന്ന കൂട്ടരാണ്. എന്നിട്ട് എന്തേ ഭരിച്ച് കണ്ണൂരിനെ മുടിച്ചു. പ്രമാണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ കണ്ണൂർ ജില്ലയും സ്വകാര്യ കുത്തകങ്ങൾക്ക് ഒരു അടിയറ വെച്ചത്. ഒരു 40 കോടി എങ്ങനെ 140 കോടി രൂപ ടെൻഡറായി മാറിയെന്ന ചോദ്യമാണ് LDF കോർപ്പറേഷൻ ചുറ്റുവട്ടത്ത് ചോദിക്കുന്നത്. 44 ആകാം, 45 ആകാം, 46 ആകാം, പരമാവധി എങ്ങനെ എത്താം. പക്ഷേ എങ്ങനെയാ പദ്ധതി ടെൻഡർ തുക 4 ഇരട്ടി 140 കോടി ആയി എന്നെടുത്താണ് UDF ഭരണസമിതിയുടെ അഴിമതി എന്ന മഞ്ഞുമലയുടെ ചെറുകറ്റം പുറത്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിലെ മരക്കർക്കണ്ടി മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡർ റദ്ദാക്കിയ നടപടി UDFനെതിരായ ആയുധമാക്കാൻ LDF ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിനെതിരെ കോടികളുടെ അഴിമതി ആരോപണമാണ് തെളിവ് സഹിതം LDF ഉന്നയിക്കുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം ഒരു പ്രത്യേക കമ്പനിക്ക് ടെൻഡർ നടപടി അട്ടിമറിച്ച് നൽകിയെന്ന ആരോപണം. 40 കോടിയായിരുന്നു ആദ്യ ടെൻഡർ, പിന്നീട് അത് 140 കോടിയാക്കി മാറിയെന്നാണ് LDF ആരോപിക്കുന്നത്. 40ന്റെ ഇപ്പുറത്തിൽ ഒന്നും കൂടി ഇട്ടുള്ളൂ. അടുപ്പമുള്ളവർക്കായി ടെൻഡർ നടപടികൾ മേയർ അട്ടിമറിച്ചു. 4ന്റെ ഇപ്പുറത്തിൽ ഒന്നിട്ടപ്പോൾ 150 കോടിയായെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാജേഷ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നടപടികൾ സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതി ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി പദ്ധതിയുടെ ടെൻഡർ റദ്ദാക്കി കളഞ്ഞു. കനത്ത അടിയായി പോയി. കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കോടികൾ കയ്യിൽ വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, നടന്നില്ല. ടെൻഡറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അധിക ചിലവുണ്ടാകുമെന്നും കമ്മിറ്റിയുടെ ഉത്തരവിൽ വ്യക്തമാണ്. എന്നാൽ പദ്ധതി റദ്ദാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടെന്നാണ് മേയറുടെ പ്രതികരണം. 5 വർഷമില്ലാത്ത സമ്മർദ്ദം ഇപ്പോൾ എവിടെ വന്നെന്ന് മേയർ പറയണം. തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ ഈ വിഷയം കണ്ണൂരിൽ ചൂടുപിടിച്ച് ചർച്ചയാക്കാനാണ് എന്തായാലും LDFന്റെ നീക്കം. ജനങ്ങൾക്ക് ആവശ്യമായ ഒരു ശുചീകരണ പദ്ധതി അതിനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള കണ്ണൂർ UDF ഭരണസമിതിയുടെ നീക്കം. ഇനിയും കണ്ണൂർ നഗരസഭാ വാർഡുകളിൽ ഉത്തരം കിട്ടാതെ കിടന്ന് കറങ്ങുകയാണ്. ആ 40 കോടി രൂപയുടെ ടെൻഡർ എങ്ങനെ 140 കോടിയായി, പിന്നെ എങ്ങനെ അത് അപ്രത്യക്ഷമായി ഉത്തരം പറയേണ്ടി വരും. ടെൻഡർ കൊണ്ടുവന്നവരും സ്വീകരിച്ചതും അത് നടപ്പാക്കിയവർക്കും സാക്ഷികളും എല്ലാവരും. പിന്നെ 40-ന് ഇപ്പുറത്ത് ഒരു ഒന്നുകൂടിയിട്ട് 40-ന് 140 കോടിയാക്കിയ ആ വിദ്വാൻമാർ.